എന്നെ തെരഞ്ഞ് കാടുവരെ വരാൻ? അരമനയിൽ ചെന്നപ്പോ നായാട്ടിന് പോയിട്ടേ ഉള്ളൂ എന്നറിഞ്ഞു. ഉടനെ കുതിരയെ ഇങ്ങോട്ട് തിരിച്ചു. എന്താ ഇത്ര പ്രധാനപ്പെട്ട എന്നെ കാണേണ്ട ആവശ്യം? ഏതെങ്കിലും കാവൽക്കാരെ അയച്ചാൽ പോരായിരുന്നോ? മറ്റാരും അറിയാതെ ദുന്ദുബി മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. മഹിഷാസുര രാജാവിന്റെ കൽപ്പനയാണ്. അത്ര വലിയ കാര്യമാണ്? അതെ, പറയാം. വാ. വിന്ധ്യാപർവ്വത ശിഖരത്തിൽ ആശ്രമത്തിൽ ഒരു അതീവ സുന്ദരി വന്നിരിക്കുന്നു. ആ അതീവ സുന്ദരിയെ മഹിഷാസുര മഹാരാജാവിന് പത്നിയാക്കി മാറ്റണം. ഞാൻ വിവാഹദല്ലാളായി പോകണം അല്ലേ? മനസ്സിലായി. ആ സുന്ദരിയെ ചുഷരൻ കണ്ടിട്ടുണ്ടോ? ഇല്ല, മഹാരാജാവും കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അസുര രാജാവിനെ ആ സ്ത്രീക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടുത്തണം. അതിന് മയന്റെ പുത്രനെ കഴിയൂവെന്നാണ് മഹിഷാസുര മഹാരാജാവിന്റെ വിശ്വാസം. എനിക്കാര്യത്തിൽ ഏറെ വിശ്വാസമില്ല. വിന്ധ്യാപർവ്വതത്തിന് മുകളിൽ അവൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ വല്ല ലക്ഷ്യവും കാണും. അത് ഉപേക്ഷിച്ച് അവൾ നമ്മുടെ കിടയിൽപ്പെടുമെന്ന് ചുക്ഷരൻ വിചാരിക്കുന്നുണ്ടോ? ഇല്ല, പക്ഷെ ഇത് മഹാരാജാവിന്റെ കൽപ്പനയാണ്. അനുസരിച്ച് ശ്രമിച്ചു നോക്കാമെന്ന് മാത്രം. ശ്രമിക്കാം. ആദ്യം നേരിട്ട് പർവ്വതത്തിന് മുകളിൽ കയറാൻ ഞാനില്ല. ആകാശത്ത് നിന്ന് വേണം അന്വേഷണം. അനുകൂലമാണെങ്കിൽ അടുത്തേക്ക് ചെല്ലാം. മഹാരാജാവിന്റെ ഇംഗിതം അറിയിക്കാം. പോരെ? മതി. ദുന്ദുബി വിചാരിച്ചാൽ ചിത്രശല ശില്പിയായ മയന്റെ ചതുരംഗ കളിയിൽ അവൾ വീഴും. വീഴ്ത്താം.